ഞാൻ അരുൺ. ഇപ്പോൾ ഡിഗ്രി 2ാം വർഷം. അമ്മ, അച്ഛൻ, ട്വിൻസായ ഒരു അനിയത്തിയും അനിയനും. എന്നേക്കാൾ 5 വയസ്സിന് ഇളയതാണവർ. എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ പ്രായത്തിൻ്റേതായ എല്ലാ കുരുത്തക്കേടും എന്നിലുണ്ട്. അച്ഛൻ വീട്ടിൽ തന്നെ ഒരു ജിമ്മ് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ നിർബന്ധിച്ച് അതിൽ അഡിക്റ്റാക്കിയതിനാൽ കോളേജിൽ ചെല്ലുമ്പോൾ തന്നെ എനിക്ക് നല്ലൊരു ബോഡി ഉണ്ടായിരുന്നു. അത്യാവശ്യം വെളുപ്പും ആവശ്യത്തിന് താടിയൊക്കെ വെച്ച് പ്രായത്തിൽ ആഗ്രഹിക്കുന്ന ഒരു ശരീരപ്രകൃതി. അച്ഛൻ ഒരു എക്സ് ഗൾഫാണ്. ഇപ്പോൾ ചിലർ സ്ഥലക്കച്ചവടമൊക്കെ ആയിട്ട് നടക്കുന്നു. ഞങ്ങളുടെ പ്രായം വെച്ച് അവർ വലിയ ചെറുപ്പക്കാരാണെന്നൊന്നും കരുതണ്ട. ലേറ്റ് മാരേജ് ആയിരുന്നു അവരുടെ. അച്ഛനിപ്പോൾ 48 വയസ്സായി. ഒരു മിനി പണക്കാരൻ. പുത്തൻ വീട്ടിൽ ഗോപൻ സാർ എന്നൊക്കെ ചിലർ വിളിക്കും. അമ്മ സുധ, 46 കഴിഞ്ഞ ഒരു തറവാടി. LIC ഏജൻ്റാണ്. ജോലിക്ക് പോവേണ്ട ആവശ്യം ഇപ്പോൾ വീട്ടിലില്ലെങ്കിലും പണ്ടേ സ്വന്തം കാര്യത്തിന് സ്വന്തമായി അധ്വാനിക്കണമെന്ന വാശിക്കാരിയായിരുന്നു അമ്മ. ഞങ്ങളെ മാത്രമല്ല അച്ഛനെയും വരച്ച വരയിൽ നിർത്തും എന്ന് കരുതി പെൺഭരണമല്ലട്ടോ. വീട്ടിൽ ഉത്തരവാദിത്തമുള്ള ആളെന്ന നിലയിൽ എന്നെ ഈ പ്രായത്തിലും സഹോദരങ്ങളുടെ മുന്നിൽ വെച്ച് തല്ലും. അറിയാതെ എങ്ങാനും ഒരു ചീത്ത വാക്ക് വായിൽ നിന്നും വന്നാലോ, വീട്ടിൽ കയറാൻ താമസിച്ചാലോ, പിന്നെ പറയണ്ട. അമ്മയെപ്പറ്റി പറയുകയാണെങ്കിൽ വെളുത്ത് ഒരു 5 അടി പൊക്കം. ഇപ്പോഴും കണ്ണൊക്കെ എഴുതി മോഡേൺ ചുരിദാറും സാരിയൊക്കെ ധരിക്കാറുണ്ട്. സാരിയിൽ അമ്മയെ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ്. അനിയത്തിയുടെയും അനിയൻ്റെയും പേര് അബിയും അമ്മുവും. അബിക്കിപ്പോൾ എൻ്റെ തോളോടൊപ്പം പൊക്കമായിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ കൂടെ ജിമ്മിലൊന്നും വരാറില്ല. അതുകൊണ്ട് തന്നെ ഒരു 0 സൈസ് ബോഡി. എന്നാലും വലിയ തടിയൊന്നുമില്ല. അമ്മു പിന്നെ ഞങ്ങളുടെ തോളത്ത് കയറി നടക്കുന്ന ഒരു കാന്താരി കുട്ടിയാണ്. പ്രത്യേകിച്ചൊന്നിനും ഒരു മുട്ടില്ലാതെ വളരെ നോർമലായി പോകുന്ന ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടെ. ഇപ്പോഴും പുറത്തങ്ങനെ തന്നെയാണ്. പക്ഷേ ഞങ്ങളുടെ വീടിപ്പോൾ മറ്റുള്ളവർ കണ്ടാൽ ഒരു അസാധാരണ കുടുംബമായി മാറി. അല്ലെങ്കിൽ ഞങ്ങൾ മാറ്റി. ഇതിനെല്ലാം തുടക്കം ഞാനാകാം. ഒരുപക്ഷെ +2 കാലഘട്ടത്തിലാണ് എനിക്ക് എൻ്റെ ചിന്തകളിൽ കുറച്ച് വ്യത്യാസം വന്നത്. പിന്നീടത് നോർമലാണെന്ന് ഉറച്ചു വിശ്വസിച്ചു. ഇനി വർത്തമാന കാലഘട്ടത്തിലേക്ക് വരാം. എൻ്റെ ഉറ്റ സുഹൃത്ത് വിഷ്ണുവിൻ്റെ വീട്. അവനാണ് എല്ലാത്തിൻ്റെ തുടക്കക്കാരൻ. അവൻ്റെ അച്ഛൻ നേരത്തെ മരിച്ചതിനാൽ കുറേ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുള്ള കാരണം വീട് അവൻ്റെ അമ്മ ബിന്ദുവാണ് നോക്കുന്നത്. തൊഴിലുറപ്പിന് പോയാണ് അവർ ഇവരെ 2 പേരെയും നോക്കുന്നത്. 2 പേരെ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ അനിയത്തി, എൻ്റെ അമ്മുവിൻ്റെ അതേ പ്രായം. പേര് അച്ചു. ഇപ്പോൾ ഇവനും എന്തൊക്കെയോ പണിക്ക് പോകുന്നുണ്ട്. എൻ്റെ കൂടെ കോളേജിലാണെങ്കിൽ വരാറുമില്ല. കൂടുതലും പണിക്കാണ് പോവുക. എൻ്റെ മനസ്സിലേക്ക് ആദ്യമായി ഇതുപോലുള്ള ചിന്തകൾ കൊണ്ടുവന്നത് അവനാണ്. അവൻ അത് പരീക്ഷിച്ചത് വേറെ ആരിലുമല്ല, അവൻ്റെ പെങ്ങളിൽ തന്നെയാണ്. ബിന്ദുവാൻ്റെ പണിക്ക് പോയാൽ കിട്ടുന്ന സമയങ്ങളിൽ ഞങ്ങൾ 2 പേരും അവളുടെ അടുത്തേക്ക് പോവും. അവൾക്ക് ബേക്കറി ഐറ്റംസ് ഒരുപാട് ഇഷ്ടമാണ്. അതൊക്കെ വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ കാര്യങ്ങളിലേക്ക് കടക്കും. എന്തൊക്കെയോ അനുഭവങ്ങൾ അവൾക്കും കിട്ടാൻ തുടങ്ങിയതുകൊണ്ട് ഇഷ്ടം പോലെ ബേക്കറി ഐറ്റംസ് കിട്ടുന്നത് കൊണ്ടും അച്ചു ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. അവളെ കാണാനും നല്ല സുന്ദരിയാട്ടോ. അങ്ങനെ ഒരു ദിവസം ഞാനും അവനും അച്ചുവുമായി കൂടുമ്പോൾ അവൻ എൻ്റെ അനിയത്തിയെപ്പറ്റി പറഞ്ഞു. എടാ, ഇതുപോലെ നിൻ്റെ അനിയത്തെയും നമുക്കൊപ്പം കൂട്ടണം, അവൻ പറഞ്ഞു. അത് ശരിയാകോടാ, ഞാൻ ചോദിച്ചു. നീ നോക്ക്, അവളെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് രസമായിരിക്കും. ശരിയാ, ഞാൻ പറഞ്ഞു. പിന്നെ അവളെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരുന്നത് നിൻ്റെ മിടുക്കാണ്. പിന്നെ നമുക്ക് ലോട്ടറി അല്ലേടാ, വിഷ്ണു പറഞ്ഞു. നോക്കട്ടേടാ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ചുവിനെ പറഞ്ഞു വിട്ടു. എന്നിട്ട് ഞാനും വിഷ്ണുവും കൂടി കസേരയിലിരുന്നു. എടാ, എന്ന് ഞാൻ പോട്ടെ. അമ്മ വരുന്നതിന് മുമ്പ് വീട്ടിൽ ചെല്ലണം, അല്ലെങ്കിൽ പിന്നെ അതിന് കേൾക്കാം, ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മുറിയിൽ നിന്നും ഇറങ്ങി ഉമ്മറത്തേക്ക് വന്നപ്പോൾ അച്ചു അവിടെ നിന്ന് ചേട്ടൻ വാങ്ങി വെച്ച പലഹാരങ്ങൾ തിന്നുന്നു. അച്ചു, സോറി കേട്ടോ, ഞാൻ പോവുക, ഞാൻ അവളോട് പറഞ്ഞു. ചേട്ടാ, ഞായറാഴ്ച മറക്കല്ലേട്ടോ, അച്ചു എന്നോട് പറഞ്ഞു.
അത് കേട്ട് ഞാൻ ചിരിച്ചു. വിഷ്ണുവിൻ്റെ വീട്ടിൽ നിന്നും 1/2 കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട്ടിലേക്ക്. ഞാൻ എത്തിയപ്പോഴേക്കും അമ്മ വന്നിരുന്നു. ഹോളിലേക്ക് കയറി എന്നെ അമ്മ രൂക്ഷമായി നോക്കിക്കൊണ്ട്, എവിടെ പോയി കിടക്കായിരുന്നടാ? നിന്നോട് പറഞ്ഞിട്ടുണ്ട് പിള്ളേരെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇവിടെ നിന്ന് പോവല്ലേ എന്ന്. നിൻ്റെ അച്ഛനോ ഉത്തരവാദിത്തമില്ല, പണ്ട് കുറെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ദൂർത്തടിച്ച് നടക്കുക. ഞാൻ ഒന്നും മിണ്ടാതെ നിന്നു. അമ്മ സോഫയിലിരുന്ന് TV കാണുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് അവളെ തന്നെ നോക്കി നിന്നു. പെട്ടെന്ന് അമ്മ എൻ്റെ അടുത്തേക്ക് വന്നിട്ട്, ഡാ, സന്ധ്യ വരെ വല്ലവൻ്റെ തിണ്ണം തിരങ്ങിയിട്ട് വന്ന് സ്വപ്നം കാണുകയാണോ? അത് കേട്ട് അമ്മ ചിരിച്ചു. എനിക്കാകെ ദേഷ്യമായി. ഞാൻ വേഗം എൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി. 2ാം നിലയിലാണ് എൻ്റെ മുറി. ചെന്നപ്പോൾ ഉണ്ട് അബി എൻ്റെ ടാബ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഞാനത് വാങ്ങി അവനെ ഓടിച്ചു വിട്ടു. ഞാൻ ഓരോന്നിരുന്ന് ആലോചിച്ച്, ഇവർക്കൊക്കെ എന്താ എപ്പോഴും ഇങ്ങനെ? എനിക്കൊരു സ്വാതന്ത്ര്യവുമില്ല. വിഷ്ണുവിൻ്റെ വീട്ടിൽ പോകാൻ വരെ ഇവർ സമ്മതിക്കുന്നില്ല. ചുമ്മാതല്ല, അവനും എൻ്റെ അമ്മയെ ഇത്ര ഇഷ്ടം. ഞാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണെങ്കിലും അമ്മ വലിയ ഭക്തയാ. എന്നും രാവിലെയും വൈകിട്ടും പൂജാമുറിയിൽ ചെലവിടും. അങ്ങനെ ഞാൻ എന്തൊക്കെ ആലോചിച്ച് അവിടെ തന്നെ ഇരുന്ന് ഒന്ന് മയങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ വന്ന് ചോറുണ്ണാൻ വിളിച്ചു. വാത്സല്യത്തിൻ്റെ മറവിൽ ഞാൻ അമ്മൂനെ പിടിച്ച് എൻ്റെ അടുത്തേക്ക് നിർത്തി. അമ്മു, നിനക്കെന്നെ ഇഷ്ടമാണോ? ഞാൻ ചോദിച്ചു. ആ ചേട്ടായി, ഇഷ്ടമാണ്, അമ്മ പറഞ്ഞു. പിന്നെന്താ മോള് എൻ്റെ കൂടെ ഇവിടെ കിടക്കാത്തേ? അത് അമ്മ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ കൂടെ അപ്പുറത്തെ മുറിയിൽ കിടന്നാൽ മതിയെന്ന്. ഓഫ്, ഈ തള്ളയെ കൊണ്ട്, ഞാൻ മനസ്സിൽ പറഞ്ഞു. ഞാൻ പതിയെ എൻ്റെ ഫോണെടുത്ത് വിഷ്ണുവിനെ കാണിക്കുന്ന പോലെ അമ്മൂന് കൊടുത്തു. എന്നിട്ട് ഞാൻ അവളുടെ അടുത്തേക്ക് നീങ്ങി. പെട്ടെന്ന് അഭി കയറി വന്നു. ചേട്ടാ, അമ്മ വിളിക്കുന്നു. ഞാൻ വെപ്രാളം പിടിച്ച് പെട്ടെന്ന് അവളിൽ നിന്നും അകന്നു മാറി. ആ, ഞാൻ വരാം, നീ ചെല്ല്. ഭാഗ്യം അവൻ പോയി. അങ്ങനെ ഞാൻ അമ്മുവിനോട് താഴേക്ക് പോവാൻ പറഞ്ഞു. ഫോൺ വാങ്ങിച്ചുകൊണ്ട് നിരാശയായ അമ്മ ചിണങ്ങുന്നത് ഞാൻ കണ്ടു. ചേട്ടാ, ചോറ് കഴിച്ചിട്ട് എനിക്ക് ഫോൺ തരുമോ? അമ്മ ചോദിച്ചു. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഭാഗ്യം, കുഴപ്പമൊന്നുമില്ല. മോള് പോ, അമ്മ കണ്ടാൽ ചീത്ത പറയും. നാളെ അമ്മ പോയി കഴിഞ്ഞിട്ട് തരാം. ഞാൻ ചിലത് മനസ്സിൽ കണ്ടു. അങ്ങനെ ഞാൻ താഴേക്ക് പോയി. അമ്മ ചോറ് വിളമ്പി. അച്ഛൻ ഇതുവരെ വന്നിട്ടില്ല. അമ്മയുടെ മുഖത്ത് എപ്പോഴും നല്ല ദേഷ്യമുണ്ട്. ഞാനൊന്ന് സോപ്പിടാന്ന് കരുതി. എന്നിട്ട് പറഞ്ഞു, അമ്മേ, സോറി, ഞാൻ ഇനി പിള്ളേരെ ഇട്ടിട്ട് ഇവിടെ നിന്ന് പോകില്ല. എന്നാ നിനക്ക് കൊള്ളാം, ചെന്നിരുന്ന് കഴിക്ക്, അമ്മ പറഞ്ഞു. അങ്ങനെ ഞാൻ കഴിക്കാനിരുന്നു. അമ്മ ഓപ്പോസിറ്റ് ഇരുന്നു. അവർ രണ്ടുപേരും TV-യുടെ മുന്നിൽ പോയി. അപ്പോഴമ്മ എന്നോട് പറഞ്ഞു, മോനെ, വേറൊന്നും കൊണ്ടല്ല അമ്മ ഈ പറയുന്നേ, അമ്മ ഉള്ളതുകൊണ്ടാ. ഇപ്പോഴത്തെ കാലമല്ലേ, മനസ്സിലാക്കണം, അമ്മ പറഞ്ഞു. ബെസ്റ്റ്, എന്നോട് തന്നെ ഇത് പറയണം, ഞാൻ മനസ്സിൽ ചിന്തിച്ചു. ആ അമ്മേ, മനസ്സിലായി, ഞാൻ നോക്കിക്കോളാം, ഇനി കൂടെ ഇരുത്തിക്കോളാം, ഞാൻ പറഞ്ഞു. അല്ലമ്മേ, അച്ഛൻ വരില്ലേ എന്ന് ഞാൻ ചോദിച്ചു. ആർക്കറിയാം, ഏതാണ്ട് സ്ഥലം നോക്കാനെന്നും പറഞ്ഞ് പോയതാ, അമ്മ ദേഷ്യം പിടിച്ച് പറഞ്ഞു. കഴിച്ചെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങാനായി അവരവരുടെ റൂമിൽ പോയി. അമ്മ താഴെയാണ് കിടക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ വിഷ്ണുവിൻ്റെ ഒരു മെസ്സേജ്, ഒരു വീഡിയോ ആയിരുന്നു. അതിൽ അച്ചു ഉണ്ട്. അവൻ്റെ അമ്മ അടുത്തുമുണ്ട്. പക്ഷേ നല്ല ഉറക്കമാണ്. അവൻ്റെ അടുത്ത മെസ്സേജ്, എടാ, ഞാൻ ഈ വീഡിയോ ഗ്രൂപ്പിലിടുക. എന്തെങ്കിലും ചെയ്, ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കിടന്നുറങ്ങി. രാവിലത്തെ അമ്മയുടെ പ്രാർത്ഥനയുടെ മണിയുടെ കേട്ടാണ് ഞാൻ ഉണർന്നത്. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഈ കഥയുടെ ഫുള്ളായിട്ടും ഫുൾ ഓപ്പണായിട്ടും പറയുന്ന വേർഷൻ കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. ഞാൻ കമൻറ്റ് ബോക്സിൽ ഒരു മെസ്സേജ് പിൻ ചെയ്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്കൊരു ചാനൽ കിട്ടും. ആ ചാനലിൽ കയറി ടോക്ക് വിത്ത് അഞ്ജലി എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ പിന്നീട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഇതുപോലത്തെ കഥകൾ കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങൾക്ക് അങ്ങോട്ട് വരാട്ടോ. അപ്പോൾ ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.